ബി ജെ പിയെയും ബി ജെ പി സഹയാത്രികരെയും നാണം കെടുത്തിയ മറ്റൊരു പ്രസ്താവനയായിരുന്നു റിപ്പബ്ലിക് ടിവിയുടെ ചീഫ് എഡിറ്റർ ഇൻ ചീഫ് അർണാബ് ഗോസ്വാമി കഴിഞ്ഞ ദിവസം അദ്ദേഹം നയിച്ച ഒരു ചർച്ചയിൽ ഉന്നയിച്ച ഒരു കാര്യം. തുർക്കിയിലെ ഇസ്താംബൂളില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അങ്ങനെ ഒരു ഓഫീസിന്റെ ചിത്രം റിപ്പബ്ലിക് ടി വി കാണിക്കുകയും ചെയ്തു. അതിലെഴുതിയിരുന്നത് ഇസ്താംബൂൾ കോൺഗ്രസ് സെന്റർ എന്നാണ്. ഈ കെട്ടിടത്തെയാണ് കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ അപമതിപ്പെടുത്താൻ വേണ്ടി ഇസ്താംബൂളിലെ കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരമായി അർണാബ് ഗോസ്വാമി വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, ഈ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തില് തുർക്കി പാകിസ്ഥാൻ അനുകൂലമായ ഒരു പരസ്യമായ നിലപാടാണ് എടുത്തത്. അവരുടെ പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ വളരെ പരസ്യമായിട്ട് തന്നെ പാകിസ്ഥാനെ പിന്തുണച്ചു. അത് മാത്രമല്ല, ആയുധങ്ങൾ പാകിസ്ഥാൻ നൽകുകയും ചെയ്തു. ഇന്ത്യക്കെതിരായിട്ടുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ തുർക്കിക്കെതിരായിട്ട് ഇന്ത്യയിൽ ഒരു ശക്തമായ വികാരം നിലനിൽക്കുമ്പോൾ അതെങ്ങനെ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാം, അതായിരുന്നു അർണാബ് ഗോസ്വാമിയുടെയും ആ പ്രസ്താവന ഏറ്റെടുത്ത ബി ജെ പി നേതാക്കളുടെയും ഉന്നം. തുർക്കിയുടെ ഈ ഇടപെടലിനെ തുടർന്ന് ഇന്ത്യയിലെ ചില വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ജോലി ചെയ്തിരുന്ന തുർക്കി സ്ഥാപനങ്ങളെ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തുർക്കി എടുത്ത ഈ പക്ഷപാതപരമായ നിലപാടിനെ തുടർന്ന് നമ്മൾ ഒഴിവാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില സർവകലാശാലകളും അവിടുത്തെ ചില യൂണിവേഴ്സിറ്റികളുമായി ഉണ്ടായിരുന്ന ചില ധാരണാപത്രങ്ങൾ റദ്ദാക്കി. അതിനേക്കാളൊക്കെ ഉപരി തുർക്കി ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ വിനോദസഞ്ചാരത്തിന് പോകുന്ന ഒരു കേന്ദ്രമായിരുന്നു. അവിടേക്കുള്ള യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു, അല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ തുർക്കിക്കെതിരായിട്ടുള്ള വികാരം ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതിൽ ഇന്ത്യയെ കൂടെ പിടിച്ചിടാനാണ് അർണാബ് ഗോസ്വാമി ശ്രമിച്ചത്. 2019 രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇസ്താംബൂളിൽ കോൺഗ്രസ് പാർട്ടി അവരുടെ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ആരംഭിച്ചതെന്നും മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന ആൾക്കാണ് ആ ഓഫീസിന്റെ ചുമതല എന്നും വരെ നമ്മുടെ അർണാബ് ഗോസ്വാമി പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, കോൺഗ്രസിന് എന്താണ് ഇസ്താംബൂളിലെ ബിസിനസ്? എന്തിനാണ് കോൺഗ്രസ് അവിടെ ഒരു ഓഫീസ് തുറന്നിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അതിന് മറുപടി പറയണം. അതായിരുന്നു അർണാബിന്റെ ആവശ്യം. അർണാബിനെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ചാനലിനെ നമുക്കറിയാം. അത് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഒരു നാവാണ്. അത് ഇന്ത്യക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇസ്താംബൂളിൽ ഇങ്ങനെയൊരു മന്ദിരമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി അതിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ, അല്ലെങ്കിൽ നെഹ്റു ഗാന്ധി കുടുംബത്തെ, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ വിരുദ്ധരായി, ഇന്ത്യയുടെ ശത്രുക്കളായി ചിത്രീകരിക്കാനുള്ള ഒരു നികൃഷ്ടമായ ശ്രമമാണ് റിപ്പബ്ലിക് ടി വി ഈ ചർച്ചയിൽ ചെയ്തത്. ശത്രുവിന്റെ മിത്രം ശത്രു, നമ്മുടെ ശത്രു, അതായത് തുർക്കിയിൽ ഓഫീസുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ ശത്രു എന്നൊരു നറേറ്റീവ് കൊണ്ടുവരാനായിരുന്നു അർണാബ് ഗോസ്വാമി ശ്രമിച്ചത്. ചീനയോ തുർക്കിയോ പാകിസ്ഥാനെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതോ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുർക്കിയെ പിന്താങ്ങിയാലോ, തുർക്കിയിൽ ഓഫീസ് തുറന്നാലോ, തുർക്കിയിൽ ഓഫീസ് ഉണ്ടെങ്കിലോ, അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ ശത്രുവാണ്. അത് മാത്രമല്ല, കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്ന ആളുകളോട് ഈ ചർച്ച കേൾക്കുന്നവരിൽ കോൺഗ്രസ് വോട്ടർമാരുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഉപദേശം, അല്ലെങ്കിൽ അവർക്കുള്ള ചില മുന്നറിയിപ്പുകളും അർണാബിന്റെ വകയുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടി ശത്രുക്കൾക്കൊപ്പമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഇന്ത്യയുടെ ശത്രുക്കൾക്കൊപ്പമാണോ? കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ശ്രോതാക്കളോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം അതായിരുന്നു. നെഹ്റു ഗാന്ധി കുടുംബം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മറ്റൊരു രഹസ്യം കൂടി ഈ ചർച്ചയിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് അദ്ദേഹത്തിന്, അർണാബ് ഗോസ്വാമിക്ക് ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ ഒരു വിശ്വാസവും ഇല്ല എന്നുള്ളത്. അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അയാളുടെ വിശ്വാസം ആർക്ക് വേണം? വാസ്തവത്തിൽ അർണാബ് ഗോസ്വാമി പറഞ്ഞതിൽ എത്രത്തോളം സത്യമാണുള്ളത്? അദ്ദേഹം പറഞ്ഞ ഈ കെട്ടിടം ഇസ്താംബൂളിലുണ്ട്, തുർക്കിയിലുണ്ട്. ഇസ്താംബൂൾ കോൺഗ്രസ് സെന്റർ എന്നാണ് അതിന്റെ പേര്. അത് അവിടുത്തെ വളരെ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ സെന്ററാണ്, അല്ലാതെ കോൺഗ്രസിന്റെ ഓഫീസല്ല. 2009 ഒക്ടോബർ 17 മുതൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു കൺവെൻഷൻ സെന്ററാണ്. ഇസ്താംബൂൾ നഗരത്തിലെ
സിസിലി ജില്ലയിൽപ്പെട്ട ഹർബിയ എന്ന് പറയുന്ന മേഖലയിലാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്താണ് ഈ കൺവെൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഒരു പടുകൂറ്റൻ മന്ദിരമാണ്. ആ കെട്ടിടത്തെയാണ് ഈസ്താംബൂളിലെ കോൺഗ്രസിന്റെ രജിസ്റ്റേർഡ് ഓഫീസായിട്ട് റിപ്പബ്ലിക് ടിവിയുടെ ചീഫ് എഡിറ്റർ ഇൻ ചീഫ് അർണാബ് ഗോസ്വാമി ചിത്രീകരിച്ചത്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? മറ്റു രാജ്യങ്ങളിൽ കോൺഗ്രസ് ഓഫീസ് തുടങ്ങിയിട്ട് എന്താ കാര്യം? തുർക്കിയുമായിട്ട് എന്തെങ്കിലും കച്ചവട ബന്ധങ്ങളുണ്ടോ കോൺഗ്രസിന്? ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന പേരിൽ ഏതാണ്ട് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും കോൺഗ്രസിൻ്റെതായ ഒരു സാംസ്കാരിക സംഘടന നിലവിലുണ്ട്. ഇന്ത്യക്കാരെത്തിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിന് ശാഖകളുണ്ട്. ചില രാജ്യങ്ങളിൽ വേറെ ചില പേരുകളില്ല. ഖത്തറിലും മറ്റും ഇൻകാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു സാംസ്കാരിക സംഘടനയാണ്. അത് കോൺഗ്രസിന് മാത്രമുള്ളതല്ല, മുസ്ലിം ലീഗിന്, KMCC എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ്. അതുപോലെ BJPക്ക് ഉണ്ട്. ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP എന്ന പേരിൽ അമേരിക്ക, UK, അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടെയൊക്കെ BJPയുടെ ഈ സാംസ്കാരിക സംഘടനയുമുണ്ട്. തുർക്കിയിലും അവർക്കൊരു യൂണിറ്റ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദിവാങ്കർ ഗാംഗുലി എന്ന ആളാണ് നേരത്തെ അവിടെ അതിന്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിരുന്നത്. 2018 ഈ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ ഗ്ലോബൽ തലവനായിരുന്ന വിജയ് ജോളി എന്ന ആള് തുർക്കിയിലെത്തുകയും അവിടെ വെച്ച് അവിടുത്തെ പ്രസിഡന്റ് തയ്യിബ് എർദോഗാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ലഭിക്കുന്നതാണ്. അദ്ദേഹം അന്ന് താമര ചിഹ്നമുള്ള ഒരു ഷാൾ അണിയിച്ചാണ് എർദോഗാനെ സ്വീകരിച്ചത്. ഇതൊക്കെ അവിടെ ചരിത്രമായിട്ട് കിടക്കുകയാണ്. ഈ കക്ഷികൾക്കൊക്കെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ സാംസ്കാരിക സംഘടനകളുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പോഴാണ് ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് ഇപ്പോൾ നിൽക്കുന്ന തുർക്കിയിൽ കോൺഗ്രസിനൊരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടെന്നുള്ള വ്യാജ വർത്തമാനമായി BJPയുടെ അനുഭാവികളും BJPയുടെ നേതാക്കളും രംഗത്ത് വന്നത്. ഈ അർണാബ് ഗോസ്വാമിയുടെ ഈ ചർച്ചാ പരിപാടിക്ക് ശേഷം അതിന്റെ തൊട്ടു പിന്നാലെ BJPയുടെ IT സെല്ലിന്റെ തലവനായ അമിത് മാളവ്യ ഇത് ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞതെല്ലാം ആവർത്തിച്ചു. അത് മാത്രമല്ല, അർണാബ് TV-യിൽ പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോ അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. റിപ്പബ്ലിക് ചാനലിൽ പിന്നീട് തിരുത്തി അതൊരു വീഡിയോ എഡിറ്റർക്ക് പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞ് കുറ്റമൊഴി അയാളുടെ മേൽ ഇട്ടുകൊടുത്തു. പക്ഷെ അമിത് മാളവ്യ ഇതുവരെ തിരുത്തിയതായിട്ടോ അല്ലെങ്കിൽ അത് പിൻവലിച്ചതായിട്ടോ യാതൊരു അറിവുമില്ല. വാസ്തവത്തിൽ എന്തൊരു നെറുകേടാണ് രാഷ്ട്രീയമായ എതിരാളികളെ തകർക്കുന്നതിന്, അവരെ അധിക്ഷേപിക്കുന്നതിന്, അവരെ മോശക്കാരാക്കുന്നതിന് ഇത്തരത്തിലുള്ള ആളുകൾ നടത്തുന്നത്. വ്യാജ ദേശപ്രേമം തലയിൽ കയറിയാൽ ആരെയും ചീത്ത പറയാം, അധിക്ഷേപിക്കാം, ആക്ഷേപിക്കാം. ആ നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. സോബിയ ഖുറേഷിക്ക് എതിരായിട്ടുള്ള അധിക്ഷേപം, സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നത്, അതുപോലെ കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ട് ഇല്ലാവചനം പറയുന്നത്, എന്തു നുണയും പറയാം, എന്ത് പച്ചക്കള്ളവും എഴുന്നള്ളിക്കാം. സ്വാതന്ത്ര്യ സമരകാലത്ത് മാപ്പെഴുതി കൊടുത്തിട്ട്, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തിട്ട് രക്ഷപ്പെട്ടു പോയ ആളുകളുടെ പിന്മുറക്കാരാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ രീതിയിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് എന്നും കൂടെ ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്.